ടു മൈ ചാനൽ ഗോഡ് ബ്ലസ് യു. നമ്മൾ അജ്മീറിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങാന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട് അവിടെ കൂട്ടത്തിലുള്ള. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തില്ലേ, പേര് പറയാം. ഇർഷാദ്, ബഷീർ, സോ നമ്മളെന്തായാലും ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകും. എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് നമ്മളെ വീട്ടിലെല്ലാവരോടും യാത്ര പറഞ്ഞ് ഇത് നീ എല്ലാം പറയണ്ടോ അമ്മ യാത്ര കരയണ്ടാ ഇതാ സായിപ്പോൾ ഒരു ഫൺ പ്ലെയറിനെയാണല്ലോ എനിക്ക് ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് തോപ്പിക്കാൻ, നമ്മുടെ ഗ്രൂപ്പിനെ തോപ്പിക്കാൻ വേണ്ടി ഒരു ഫൺ പ്ലെയറിനെ അതൊക്കെ കഷ്ടപ്പെട്ടു. മെയിൻ പ്ലെയർ അവിടെ നമ്മുടെ ഗ്രൂപ്പിന് മെയിൻ ഒരു പ്ലെയറിനെ നഷ്ടപ്പെട്ടു. എന്താ പറയുക, കുറച്ചാൾ തോപ്പിക്കാൻ വേണ്ടി. അല്ല എന്നെ ഇത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിരിക്കുക. എന്താ നമ്മളങ്ങോട്ട് ഇറങ്ങാം. സാബ പോയിട്ട് വന്നിട്ട് കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും. ചേച്ചിയെടുത്ത് യാത്ര പറയാൻ വേണ്ടി ഞാൻ ഓൾ ഇന്ത്യ പോവാ. ഓൾ ഇന്ത്യ എല്ലാം നോക്കണ്ടേ, അനിയത്തിക്കത്തിലൊക്കെ പോട്ടെ. ആ 2 വണ്ടിയിലും ഇത് പുറകിലെല്ലാം അവിടെയൊക്കെ വണ്ടിയുണ്ട്. അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങാം എല്ലാവർക്കും കൂടെ.
നമ്മൾ MSMന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കുള്ള വണ്ടികളെല്ലാத்தைയും വന്ന് ഫ്രണ്ട് കയറ്റില്ല. അത് നമ്മുടെ 3000 എല്ലാ വണ്ടിയും ഉണ്ട്, കുറേ കാർ വണ്ടിയുണ്ട്. നമ്മൾ MSMന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പക്ഷെ നമുക്ക് ഗേറ്റ് തുറക്കാനും നമ്മുടെ അൻവർ വസീം എല്ലാവരും രണ്ട് ഹായ് പറഞ്ഞടാ. വെറുതെ ഇല്ല അൻവറേ. ഇടിനെറ്റിൽ നിന്നൊക്കെ ആള് വന്നിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കാന്ന് പറഞ്ഞ സാർ എന്നാ ഇതിനെപ്പറ്റി 2 വാക്ക് എൻട്രൻസിൻ്റെ അവിടെ NSSന്റെ ഫ്ലാഗ് ഇരിക്കുന്നു. ഈ യാത്ര ഫ്ലാഗ് ചെയ്യുന്നതായി അതൊക്കെ പൊക്കെയാണ്. ഒന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഓക്കെ 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 ഒന്ന് ചെറുതായിട്ട് വണ്ടി കയറാം. ബാക്ക് ഇപ്പോൾ നമ്മൾ MSM കോളേജിൻ്റെ അവിടെ വെച്ച് ഫ്ലാഗ് ഓഫ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. നമ്മുടെ വണ്ടി ഇവിടെ സെറ്റായിട്ടുണ്ട്. ശരിനെ ഏട്ടാ എല്ലാവരോടും ഞാൻ ഇറങ്ങും കേട്ടാ. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നിട്ട് എല്ലാവരെയും കാണാൻ വേണ്ടി.
ഏകദേശം അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വിട്ട് കൊച്ചുളങ്ങര കഴിഞ്ഞപ്പോൾ ഏകദേശം ഇത് യാത്ര തുടങ്ങുന്നത് 149 കിലോമീറ്റർ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പം എന്തുവാ, ഞാൻ വണ്ടി ഫുൾ പണി കഴിഞ്ഞിട്ടിപ്പം ആകെ ഓടിയിട്ടുണ്ടായിരുന്നത് 130 എത്ര അടുത്തിട്ടുള്ളായിരുന്നു. ഇപ്പോഴത്തേ നമ്മൾ 2-3 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടിയിട്ടുള്ളൂ. നമുക്ക് യാത്ര കഴിഞ്ഞ് 4-5 മാസം കഴിഞ്ഞ് വരുമ്പോൾ അറിയാം എന്തോരം ഓടിയിട്ടുണ്ടെന്ന്. നമ്മൾ കൊച്ചുളങ്ങര കഴിഞ്ഞ് ഇച്ചിരി വെള്ളം കുടിക്കണം. ഇനി ഇത് നമ്മുടെ പമ്പിൽ നിന്ന് നമുക്ക് കിട്ടിയതായിരുന്നു. വെള്ളം കുടിച്ചിട്ട് പോവാം. ഇത് നമ്മുടെ മിസ്സ്, നമ്മുടെ ഇവിടെ ഏവിയേഷൻ പഠിച്ചായിരുന്നു. ഇവിടെ BB ഏവിയേഷൻ ആയിരുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സ്വന്തം മിസ്സേ. അപ്പോൾ ഓക്കെ, പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണേ. അപ്പോൾ നമ്മൾ തോട്ടപ്പള്ളി എത്തി. എൻ്റെ ഉമ്മയുടെ ഉമ്മയുടെ ഖബറാണ് അവിടെ കാണുന്നത്. അടുത്തൊരു സലാം പറഞ്ഞ് പോകാമെന്ന് വെച്ച് ഈ റോങ് സൈഡാണ്, നമ്മൾ അതുവഴിയാണ് പോകണ്ടെങ്കിൽ ഈ സൈഡ് ഞാൻ ഇങ്ങനെ പതുക്കെ നോക്കി ഇങ്ങനെ കുറച്ച് ഓടിങ്ങി വന്നു. അസ്സലാമു അലൈക്കും ഉമ്മ. അപ്പം എല്ലാം പോയിട്ട് വരാം കേട്ടാ. ഇവിടെ നമ്മളിപ്പോൾ പുറക്കാട് പള്ളി കഴിഞ്ഞു. ഇവിടെ നമ്മുടെ മാമായുടെ വീട് ഇവിടെ ഉണ്ട്. നമ്മുടെ ഷേർഹാൻ അവൻ്റെ വീട് ഇവിടെ. അപ്പം അവരിങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. ഇവിടെ വെയിറ്റ് ചെയ്യാം അവർ. ഇത് നമ്മുടെ മാമായെ കണ്ടോ. നമ്മളെന്ത് പറയാനുള്ള മാമാക്ക്, നമ്മൾ ഒരുമിച്ച് പോയ സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ബൈക്കിൽ പേരെന്ത് വരുന്നു? സജീർ. ഫോട്ടോ കേട്ടോ, ഫോട്ടോമാ. ഞാൻ നമ്മളിപ്പം എറണാകുളം പാലത്തിൽ കയറിയിട്ടുണ്ട്. കുറച്ചുകൂടെ ടോളെത്തും. കുറേ നേരമായിട്ട് കൂടി. ഇപ്പം നമ്മൾ വണ്ടിക്ക് അത് ചെറിയൊരു വ്യത്യാസം വരും. വണ്ടിയുടെ അതേ ഇതുണ്ടോ ബാക്കിൽ നമ്മളിങ്ങനെ ഇത് നേരെയല്ലേ, സാരമില്ല, പറയാൻ പറ്റുന്നില്ല, അണയ്ക്കുന്നു. ഇത് പുറത്ത് കിടക്കുമായിരുന്നു, അത് ഭയങ്കരമായിട്ട് കിടന്ന് തട്ടുന്നുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി അതിൻ്റെ ഉള്ളിലോട്ട് സ്റ്റാപ്പ് ചെയ്ത് വെച്ച് ഇപ്പോൾ വണ്ടി ഉഷാറാ, മാഷാ അല്ലാ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എറണാകുളം ടോളിന് മുന്നേ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി മാസങ്ങളോളം നമ്മുടെ യാത്ര നീണ്ടു നിൽക്കുന്നൊരു യാത്രയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി എല്ലാം ഫുൾ സെറ്റാണ്. ഇത് രണ്ടും പുറത്ത് കിടക്കുമായിരുന്നു, അത് കിടന്ന് ഭയങ്കര തട്ടുന്നു. അപ്പോൾ അതെടുത്ത് അകത്ത് വെച്ച് നമ്മൾ എക്സ്ട്രാ ഹെൽമെറ്റ് സാധനങ്ങളെല്ലാം എന്തായാലും ഉഷാറായി കഴുകി സർവീസ് ചെയ്തുകൊണ്ട് വന്ന വണ്ടിയാണ്. ഫസ്റ്റ് ദിവസം തന്നെ അതുണ്ടോ അടിക്കുലത്തായി വണ്ടി. അതേ നമ്മളിപ്പോൾ ഡെക്കാത്തലോണിലെത്തി. നമ്മുടെ സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. നമ്മുടെ വണ്ടി സെൻട്രൽ സ്റ്റാൻഡ് വെക്കലേ നടക്കത്തുള്ളൂ. സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ച് അതേ നമ്മൾ സാധനങ്ങൾ പോയി മേടിച്ചുകൊണ്ട് വരാം. അവിടെ എത്തിയിട്ടുണ്ട്. കുഴഞ്ഞ ഗൈസ്. റെയിൻ കവർ 4 എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇനി പറ്റുന്നുണ്ടോ. സൈക്കിളിൻ്റെ ഐറ്റംസ്, നമ്മുടെ ഐറ്റംസ് ഇതൊന്നുമല്ല. അടുത്ത ബുധനാഴ്ചയാണ് ടെസ്റ്റ് പോകാൻ. gmail.com പോസ്റ്റ് ഓഫീസ് കോഡ് സാറിന് അതിൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ മെസ്സേജ് ആയിട്ട് വരാൻ താല്പര്യമുണ്ടോ? യെസ് കൊടുത്തോട്ടെ. ലൈറ്റ് അല്ലേ ഉള്ളൂ സാർ? ചെക്കൗട്ട് ചെയ്തു. ക്യാരി ബാഗ് ഒന്നും വേണ്ടല്ലോ അല്ലേ? ക്യാരി ബാഗ് ഒന്നും. ഗൂഗിൾ പേ ആണോ കാർഡ് പേയ്മെന്റ്? ഗൂഗിൾ പേ.
പക്ഷേ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചതുകൊണ്ട് നമ്മുടെ ബാഗിനുള്ള കവറായത് പോയി കവർ ചെയ്തിട്ടാണ്. നമ്മുടെ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതെ ഡെക്കാത്തലോണി നിൽക്കും എറണാകുളം. നമ്മൾ ഫുൾ ഇതായിട്ടുള്ള കവറിങ് ഒക്കെ മേടിച്ച് എല്ലാം സെറ്റ് ചെയ്ത്. ഇതുണ്ടോ നമ്മളിപ്പോൾ ചാവക്കാടായി. ഇനി നമുക്ക് 1.5 മണിക്കൂർ തിരൂരോട്ട് ഓട്ടോ ഉണ്ട്. 6:30 കാണിക്കുന്ന എത്താനും. കാരണം ഇന്നെന്തായാലും 6:30 ആയാലും ഒന്ന് ഓടി എത്താമെന്ന് വെച്ചു. കാരണം നാളെ തൊട്ട് ഇത്രയും ടൈം വൈകി ഓടത്തില്ല. 5 മണിക്കുള്ളിൽ റൂം എടുക്കും. ഇന്നിപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഇത് മാറ്റിയിട്ട് വേറെ ആക്കാനുണ്ട്. ബാറ്ററി അല്ല ഇത് ചാർജ് ചെയ്യുന്നതിൻ്റെ പോർട്ടേ. അപ്പം അതിനൂടെ വേണ്ടി നമുക്ക് ഇന്ന് അവിടെ എത്തണം. അപ്പോൾ ഇന്ന് വണ്ടി പണിയാൻ കയറ്റിയ നാളത്തേക്ക് നമുക്ക് കോഴിക്കോട് പോകാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇവിടുന്ന് വണ്ടി വിടാം. തിരൂര് ഇവിടെ എത്താറായി. നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എത്താറായി. അതെ പാലത്തിലാണ്. പക്ഷേ നമ്മൾ അവസാനം അങ്ങനെ ഇവിടെ എത്തി. ഞാൻ അവിടെ റൂം എടുക്കണം. ഇവിടെ ഈ ചാർജിങ് പോർട്ടും ചെയ്യണം. ഇതിൻ്റെ ഇവിടെ നമ്മുടെ വണ്ടി ഇവിടെ ചാർജിങ് പോർട്ട് നമ്മുടെ ബുള്ളറ്റിലുള്ള സെയിം സാധനം ഇതുണ്ടോ. നമ്മുടെ ബുള്ളറ്റിലുള്ള അതേ സെയിം സാധനം അതിൽ ഫിറ്റ് ചെയ്യാൻ പോവുക. ബാറ്ററി ഒക്കെ അഴിച്ചു. ഇപ്പോൾ നമ്മളിത് ഇവിടെ റൂം എടുത്ത് ഇപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നോക്കാം. നിങ്ങളുടെയൊക്കെ പേരെന്താ? എൻ്റെ പേര് സൈൻ. നിങ്ങളുടെ സൈനുദ്ദീൻ. അതിവിടെ അങ്ങ് ചേർത്ത് വെച്ച് ഇത്രയും ഭാഗമേ അങ്ങ് ചേർത്ത് വെച്ച് മൊത്തം ടേപ്പ് അടിച്ചത് വെള്ളം. നമ്മളിത് സാധനങ്ങളെല്ലാം നമ്മുടെ റൂമിൽ ഉണ്ട്. AC ഉള്ള റൂമാണ്. ഇതുണ്ടോ ഈ ബാഗ്, ഹെൽമെറ്റ്, സാധനങ്ങളെല്ലാം നമ്മൾ വണ്ടിയിൽ നിന്നെല്ലാം ഇറക്കി. ഇനി ഒന്നേന്നെല്ലാം കൂടെ അഴിച്ചിട്ട് എല്ലാം സെറ്റാക്കണം ഒന്നുകൂടെ. TV ഉണ്ട്. കഴിച്ചപ്പോൾ നമ്മൾ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി നമുക്ക് താഴെ പോവാം. താഴെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല. ലിഫ്റ്റ് വരട്ടെ. ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നുണ്ട്. എൻ്റെ കാര്യം കൊണ്ട് ഞാൻ തന്നെ അറിയിട്ടു. നമ്മുടെ വണ്ടി മന്തി പറഞ്ഞിട്ടുണ്ട്. ഈ മന്തി കഴിക്കുക. ഇപ്പോൾ അൽഫാം ഇപ്പോൾ